ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൽ വേദ പറയും അതിൽ വിക്രത്തിൻ്റെ പേരുണ്ട്. അത് പറഞ്ഞാൽ വിക്രത്തിന് ടെൻഷൻ ആവും എന്നുള്ളത് കൊണ്ടാണ് പറയാത്തത്. വിക്രം പറയും എനിക്ക് എൻ്റെ കാര്യത്തിൽ പേടിയൊന്നുമില്ല. വേദ പറയും അത് പിന്നെ പണ്ടേ അങ്ങനെയാണല്ലോ, അല്ലെങ്കിലേ ബുദ്ധി ഇല്ലാത്തവർക്ക് ധൈര്യം കൂടും. അപ്പോൾ ഇഷിത പറയും അയ്യോ മതി മതി, ഇനി ഇവിടെ കിടന്ന് രണ്ടും കൂടെ അടി കൂടണ്ട, ഒന്ന് നിർത്തിക്കോ. അപ്പോൾ വേദ പറയും ഇത് ഞങ്ങൾക്കിടയിൽ സ്ഥിരമുള്ളതാ, അടിയൊന്നുമല്ല, ഇങ്ങനെയാ ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുക അല്ലെ വിക്രം. ഓ ഒന്നും മിണ്ടാതിരിക്കും വേതാളം എന്ന് പറഞ്ഞ് വിക്രം കൈകെട്ടി നിൽക്കുമ്പോൾ വേദയ്ക്കും എന്താ വിക്രമിന് നാണം വന്നോ. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ദീപ്തി വരുന്നത്. വേദച്ചി നിങ്ങൾ പറഞ്ഞു വിളിക്കാട്ടോ. ഇവരാകെ പേടിക്കും. വിക്രം ഇറങ്ങാൻ നിൽക്കുമ്പോൾ വേദ പറയും അവിടെ ഇരുന്നോ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ അവിടെ നിന്ന് മാറ്റുന്നില്ല. വേദ പോയി ഡോറ് തുറക്കും. അപ്പൊ ദീപ്തി ജ്യൂസ് ആയിട്ട് വന്നതാ, എങ്ങതാ. ദീപ്തി പറയും ഞാൻ അകത്ത് വെക്കാം. വേദ പറയും വേണ്ട. അപ്പോഴേക്കും ഒരു ഗ്ലാസ് വീഴുന്ന ശബ്ദം കേൾക്കണേ. വേദ ആകെ പേടിക്കും. ദീപ്തി വയ്ക്കും അതെങ്ങനെയാ വീണത്, അത് കാറ്റാവും. ദീപ്തിക്കും കാറ്റോ. അപ്പൊ ഇഷിത അവിടെ നിന്ന് വിളിച്ചു പറയും എന്റെ കൈ തട്ടിയതാ. ആണോ, ശരി ശരി. ആ എന്നാലേ ദീപ്തി ചെന്നോ, ഞങ്ങൾ സംസാരിക്കട്ടെ. അത് തരുന്നേ എന്ന് പറഞ്ഞേ അത് വാങ്ങിച്ച് ഡോർ അങ്ങ് അടയ്ക്കും. ദീപ്തി വിചാരിക്കും ഇങ്ങനെ അടച്ചിട്ട് സംസാരിക്കാൻ മാത്രം എന്താ ഉള്ളത് എന്ന് പറഞ്ഞേ ദീപ്തി താഴേക്ക് ഇറങ്ങി വരികയാണേ. അവിടെ വർഷയും പത്മവും ഉണ്ട്. ആ കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കായിരുന്നല്ലോ, എന്താ ഇങ്ങോട്ട് വിളിക്കാഞ്ഞേ. അപ്പൊ വർഷയ്ക്കും ഏത് കുട്ടി. പത്മം പറയും വേദയുടെ കൂട്ടുകാരി വന്നിട്ടുണ്ട്. ദീപ്തിയോട് പറയും ഒന്നിങ്ങോട്ട് വരാൻ പറ മോളെ. ദീപ്തി പറയും എനിക്കൊന്നും വയ്യ. ജ്യൂസ് അയച്ചെന്നിട്ട് മുറിയിലേക്ക് പോലും എന്നെ വേദിച്ച് കടത്തി വിട്ടില്ല. വർഷയ്ക്കും അതെന്താ, നേരിട്ട് നിന്ന് ചോദിച്ചോ, കാര്യമായിട്ട് എന്തോ ഡിസ്കഷനിലാ രണ്ടാളും. വർഷ പറയും ഞാൻ പോയി വിളിച്ചോണ്ട് വരാമേ. ദീപ്തി പറയും ചെല്ലേ, പോയ പോലെ തിരിച്ചു വരാം. വർഷ പറയും നോക്കാം എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവാണ്. ഇതേ സമയം അകത്ത് ജ്യൂസ് കുടിക്കാട്ടോ അവര്. അങ്ങനെ ഇഷിത പറയും ഇവിടെയുള്ള താമസം റിസ്ക് ആട്ടോ, നിനക്ക് എപ്പോഴും എല്ലാവരെയും ഇങ്ങനെ അകത്ത് കടത്തിവിടാതെ ഒഴിവാക്കാൻ പറ്റുമോ. വേദ പറയും ആളുകൾക്ക് എന്റെ മുറി പരിശോധിക്കാൻ വരേണ്ട കാര്യം ഇവിടെ ആരും അതിന് ധൈര്യപ്പെടില്ല, പിന്നെ റിസ്ക് എടുക്കുന്നതിലും ഒരു രസമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിച്ച് ജ്യൂസ് കുടിക്കുമ്പോഴായിരിക്കും വേദേ വേദേ എന്ന് വിളിച്ചുകൊണ്ട് വർഷ വാതിലിൽ മുട്ടുന്നേ. ഓ എന്തൊരു കഷ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദ പോയി ഡോർ തുറക്കുന്നത്. എന്താ വർഷ അടുത്തി വേണ്ടത്. വർഷ പറയും നിന്റെ ഒരു കൂട്ടുകാരി വന്നെന്ന് കേട്ടു, കാണാൻ വന്നതാ. അപ്പോഴേക്കും ഇഷിത പുറത്തേക്ക് വരും. അത് ഞാനാ ഇഷിത എന്ന് പറഞ്ഞ് കൈ കൊടുക്കും. ആ വർഷ എന്ന് പറഞ്ഞ വർഷയും വേദ പറഞ്ഞിട്ടുണ്ട് ശ്രീയേട്ടന്റെ വൈഫല്ലേ. അപ്പോ വർഷ പറയും അങ്ങനെ എല്ലാതെയും ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. ദീപ്തി ഒന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണാന്ന് കരുതി വന്നതാ. ഞാൻ താഴേക്ക് വരാൻ തുടങ്ങായിരുന്നു. എന്നാ വാ, അമ്മ താഴേക്ക് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, വാ വേദേ. അപ്പൊ അവർ രണ്ടുപേരും പരസ്പരം നോക്കുക. പെട്ടെന്ന് ഇങ്ങനെ സ്മെല്ല് വരും. ഇതെന്താ ഈ മുറിയിൽ നിന്ന് മരുന്നിന്റെ മണം, നോക്കട്ടെ ഒന്ന് മാറിയുന്നേ എന്ന് പറഞ്ഞ് ആ റൂമിനകത്തേക്ക് അങ്ങോട്ട് ഇടിച്ചു കയറും. അവിടെയാണെങ്കിൽ വിക്രത്തിന്റെ കാലിൽ കെട്ടിയ ആ മരുന്നിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ വെച്ചിരിക്കുക, അത് മാറ്റിയിട്ടില്ല. വേദ പേടിച്ചുകൊണ്ട് വരും. അപ്പൊ നോക്കുമ്പോ വിക്രം അവിടെ ഇല്ല. അപ്പൊ സമാധാനവും. നിങ്ങളെന്താ ഡിറ്റക്റ്റീവ് കളിക്കണോ. അപ്പോഴും വർഷം പറയും മരുന്നിന്റെ മണം. വേദ അറിയും എന്താ മുറിയിൽ നിന്ന് മരുന്നിന്റെ മണം വരാൻ പറ്റില്ലേ, അത് ഞാൻ പുറം വേദനയ്ക്ക് അടിച്ചതാണ്. അപ്പൊ വർഷം അറിയും അത് പറഞ്ഞാ പോരെ, എന്തിനാ ചൂടാവുന്നത്. വേദം അറിയും ചൂടായതല്ല, വർഷത്തിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പം പറഞ്ഞു ഏതാ. ഞാൻ വന്ന അന്ന് മുതലേ വർഷേച്ചി വേറൊരു രീതിയിലാണ് പെരുമാറുന്നത്. നീ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് എന്നെ അതും ഇതും പറയാൻ നിൽക്കണ്ട, ആ കുട്ടി തെറ്റിദ്ധരിക്കും. അപ്പൊ വേദം അറിയും എന്നാ ഡിറ്റക്റ്റീവ് വരാൻ നോക്ക്, ഒരു മരുന്നും തപ്പി ഇറങ്ങിയിരിക്കുന്നു, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വേദ വർഷനെ അവിടുന്ന് ബലമായി പിടിച്ചോണ്ട് പോവാണേ. വിക്രം ഇപ്പോ വാഷ്റൂമിലായിട്ടുള്ളത്. കയ്യില് ആ ബാൻഡേജും മറ്റു കാര്യങ്ങളെല്ലാം അവിടുന്ന് പെറുക്കിയെടുത്തുകൊണ്ടാണ് വിക്രം അവിടെ ചെന്ന് നിൽക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് രാജേട്ടനും ജോസഫും ആ സജീവും കൂടെ ശ്രീകാര്യ ശ്രീനിവാസനെ ജാമ്യത്തിലെടുക്കാൻ ഒരു വക്കീലിനെ കൂട്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ വക്കീലകത്തേക്ക് പോവും. ഇവർ പിന്നാലെ പോകാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഇവരെ മൂന്നുപേരെയും അവിടെ തടഞ്ഞു നിർത്തുക. അങ്ങനെ ഇൻസ്പെക്ടറുടെ അടുത്ത് എത്തുമ്പോൾ അയാളെ അവിടെ ഇരിക്കാനൊക്കെ പറയും. എന്താ വിഷയം, അത് ഇൻസ്പെക്ടർ സാറിന് മനസ്സിലായി കാണുമല്ലോ എന്ന് പറഞ്ഞ് ജാമ്യാപേക്ഷ കൊടുക്കും. എന്നാ ആ പോലീസ് നിയമ പഴുതുകളിൽ വെച്ചിട്ടാണ് ശ്രീകാര്യം ശ്രീനിവാസനെ അടച്ചിരിക്കുന്നത് കേട്ടോ, പെട്ടെന്ന് ജാമ്യം കിട്ടില്ലെന്നൊക്കെ പറയും. വർഗീയ വിദ്വേഷം വരെ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വക്കീൽ പറയും 5 വർഷം മുമ്പ് ഇങ്ങനെ ഒരു കേസിൽ ആ ഒരു വകുപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ, അതിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ വക്കീൽ പറയും ഇലക്ഷൻ നടക്കാൻ പോവാണ്, ഈ സമയത്ത് ഇങ്ങനെ ഒരു അറസ്റ്റ് അത് ദോഷം ചെയ്യും, സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് നിയമമൊന്നുമില്ലല്ലോ, ഇത് കോടതി പറഞ്ഞതല്ലേ. വക്കീൽ പറയും ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണെന്ന് കോടതിയിൽ ഞാൻ വാദിക്കും. ആയിക്കോട്ടെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാം. വക്കീൽ ചെല്ലേ, നാളെ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കേ, ഒരു ദിവസം ആളിവിടെ കിടക്കട്ടെ, ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞോളാം. അപ്പോഴും ആ വക്കീൽ പറയും അവസാനമായിട്ട് ചോദിക്കാം, സാധിക്കുമെങ്കിൽ ആ വകുപ്പ് 163 ആക്കി മാറ്റാൻ പറ്റുമോ. നടക്കില്ല വക്കീലെ, FIR ക്ലോസ് ചെയ്തോ, ഇനിയൊന്നും മാറ്റാൻ പറ്റില്ല, എനിക്ക് ശ്രീനിവാസനെ കാണണം. ഓ അതിനെന്താ, കണ്ടോളൂ എന്ന് പറയും. അങ്ങനെ വക്കീല് ശ്രീനിവാസനെ കാണാൻ പോവാണ്. പോകാൻ നേരം പോലീസ് പറയും ലോക്കപ്പിൽ കസേരയൊക്കെ കൊടുത്തിട്ടുണ്ട്, അഥവാ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ പിന്നെയും കാണേണ്ടതല്ലേ. അപ്പൊ വക്കീല്
കളിയാക്കിയതാന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ അവിടെ നിന്ന് അങ്ങ് പോവും. വക്കീല് അങ്ങോട്ട് ചെല്ലുമ്പോ ശ്രീകാര്യം ശ്രീനിവാസൻ അവിടെ കസേരയിൽ തന്നെയായിട്ട് ഇരുന്ന് ഇങ്ങനെ ഒരു പത്രം വായിക്കാണ്. കണ്ടില്ലേ വക്കീല്, അവർ കസേരയും പത്രമൊക്കെ തന്ന് മര്യാദ കാണിച്ചു. വക്കീൽ പറയും പക്ഷെ FIR ശ്രീനിവാസൻ പറയും ഞാൻ അറിഞ്ഞു, ഈ CAയുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്, അല്ലാതെ ഇത്ര സ്ട്രോങ് ആയിട്ട് ആള് മുന്നോട്ട് പോവില്ല. വക്കീല് പറയും 153 അത് മനഃപൂർവ്വം ആഡ് ചെയ്തതാ, അത് കോടതിയിൽ നമുക്ക് വാദിക്കാം, തെളിയിക്കുകയും ചെയ്യാം. ശ്രീനിവാസൻ പറയും കുഴപ്പമില്ല, ഒരു ദിവസം ഇവിടെ കഴിയണം എന്നല്ലേ ഉള്ളൂ, നാളെ കോടതിയിൽ കാണാം. പിന്നെ മറ്റു കാര്യങ്ങൾ എങ്ങനെയുണ്ട് രാജേട്ടൻ പറയും എല്ലാ രീതിയിലും അന്വേഷിക്കണ്ടേ, രണ്ടുപേരെ കുറിച്ചും ഒരു വിവരവുമില്ല. ശ്രീനിവാസൻ പറയും പുളിക്കലിനെ കണ്ണടച്ച് വിശ്വസിച്ചതാ നമ്മൾ ചെയ്ത തെറ്റെന്ന് തോന്നുന്നു. വിക്രത്തെ പോലീസ് പൊക്കിയാലേ പുളിക്കൽ കോടതിയിൽ പ്രത്യക്ഷപ്പെടും, വിക്രത്തിനെതിരായി സാക്ഷിമൊഴിയായിട്ട്. അല്ലെ വക്കീലെ, ഞാൻ ആദ്യമേ ആ സംശയം പറഞ്ഞതല്ലേ, പുളിക്കലിനെ മറ്റാരോ നിയന്ത്രിക്കുന്നുണ്ട്. ശ്രീനിവാസൻ പറയും ഇത്ര നാൾ കൂടെ നിന്നിട്ട് അവൻ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യേ, ഇവരെ കൂട്ടി പാർട്ടി ഓഫീസിലേക്ക് ചെല്ലെ, നമ്മുടെ ആൾക്കാരുടെ കാര്യം വിശദീകരിക്കണം, ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് വരെ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവാതെ നോക്കണം, അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് പറയണം. പിന്നെ ഇങ്ങോട്ട് വന്ന് കാണണ്ടെന്നും. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടില്ല അല്ലേ? വക്കീല് പറയും ഉറപ്പായിട്ടും. ശ്രീനിവാസൻ പറയും എങ്കിൽ പിന്നെ ജാമ്യം കിട്ടട്ടെ, നാളെ കാണാം, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. അങ്ങനെ അവരവിടുന്ന് പോവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വാസവനും ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി ആലോചിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ FIR ഇട്ടത്, അവന്റെ വക്കീൽ പോയതുപോലെ മടങ്ങി പോന്നാ കേട്ടത്. ഈ സമയം ചന്ദ്രശേഖരൻ പറയും ഇന്ന് വൈകിട്ട് ഞാൻ പ്രോസിക്യൂട്ടറെ കാണുന്നുണ്ട്, ബാക്കി കാര്യം അയാൾ നോക്കിക്കോളും. ജാമ്യം കോടതി നിഷേധിച്ച പിന്നെ നേരെ ജയിലിലേക്ക്, അവിടുന്ന് ചോദ്യം ചെയ്യാൻ വാങ്ങിക്കലും കൊടുക്കലൊക്കെ ആയിട്ട് കുറച്ച് ദിവസം, ഒരു 90 ദിവസം എടുത്തിട്ട് വേണം കുറ്റപത്രം തയ്യാറാക്കാൻ. അതുവരെ അവൻ അവിടെ കിടക്കും. അതിനിടയിൽ ഇലക്ഷൻ വരും, താൻ ജയിക്കുകയും ചെയ്യും. ജയിലിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി ആരും വോട്ട് ചെയ്യാൻ പോവില്ല. പത്രഭാഷയിലെ വൻ ഭൂരിപക്ഷത്തില് താൻ ജയിക്കും വാസവ എന്ന് പറഞ്ഞ് അവരിങ്ങനെ ചിരിക്കുമ്പോഴും വാസവന്റെ മുഖത്തൊരു സന്തോഷമില്ല. ചന്ദ്രശേഖരൻ ചോദിക്കും എന്താടോ താൻ ചിരിക്കാത്തത്, സന്തോഷിക്കേണ്ട കാര്യമല്ലേ പറഞ്ഞത്? വാസവൻ പറയും എനിക്കിനി എന്താ സന്തോഷിക്കാനുള്ളത്? ശ്രീകാന്ത് പറയും അയ്യോ ഞങ്ങൾ അത് ഉദ്ദേശിച്ചല്ല, വാസവന്റെ ഫീലിങ്സ് എന്തൊക്കെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. വാസവൻ പറയും ശ്രീനിവാസൻ ജയിച്ചാൽ തന്നെ എനിക്ക് പ്രശ്നമില്ല ശ്രീകാന്ത്, എന്റെ പ്രശ്നം എന്റെ മകനെ കൊന്നവനോടാ, ആ വിക്രം, അവനെ ശ്രീനിവാസൻ ഏത് മാളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയണം. ചന്ദ്രശേഖരൻ പറയും അതിനോട് വേണ്ടിയിട്ടല്ലേ ഈ ഓപ്പറേഷൻ? ശ്രീകാന്ത് പറയും ഞങ്ങൾക്കും വേണ്ടത് വിക്രത്തിനെ തന്നെയാണ്, അതിനു വേണ്ടിയിട്ടാണ് ശ്രീകാര്യം ശ്രീനിവാസനെ ഒതുക്കിയത്. അതെ, വാഴ നനയുമ്പോൾ ചീരയ്ക്കും കിട്ടിക്കോട്ടെ ഒരു തുള്ളി എന്നതുപോലെ ആ ശ്രമത്തിനിടയിൽ വാസവന്റെ വിജയവും ഞങ്ങൾ ഉറപ്പിക്കുകയാണെന്ന് മാത്രം. ശ്രീകാന്ത് പറയും അധികാരത്തിൽ വന്നാലും നമ്മൾ കാണേണ്ടവരാണല്ലോ. ചന്ദ്രശേഖരൻ പറയും അവൻ പേടിച്ചോടിയിട്ടുണ്ട്, ഓടിയോടി നമ്മുടെ മുന്നിൽ തന്നെ ചെന്ന് വരും. ശ്രീകാന്ത് പറയും താൻ ഇലക്ഷൻ ജയിച്ച് സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ആ സന്തോഷ വാർത്തയായിട്ട് ഞാൻ എത്തും, അവന്റെ മരണ വാർത്ത. വാസവൻ പറയും എങ്കിൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് എന്തും പ്രതീക്ഷിക്കാം, വ്യക്തിപരമായിട്ടല്ല MLA എന്നുള്ള നിലയിൽ അധികാരത്തിൽ വരുന്നത് ഞങ്ങളുടെ സർക്കാരാണെങ്കിൽ പിന്നെ അറിയാലോ, ഡീൽ എന്ന് പറഞ്ഞ് അവർ 3 പേരും കൈ കൊടുത്തിങ്ങനെ നിൽക്കുകയാണ് അവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വർഷയും ദീപ്തിയും കൂടെ ഫുഡ് കഴിക്കുകയാണ്. എന്നാൽ ദീപ്തി കഴിക്കുന്നൊന്നുമില്ല, പത്മം വേറെന്തോ ഇന്നലത്തെ കറിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഉരുട്ടി കഴിക്കി ദീപ്തി എന്ന് പറയുമ്പോൾ ദീപ്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഹോ, ഈ കുട്ടി ഇങ്ങനെ ഒന്നും കഴിക്കാണ്ടിരുന്നാൽ എങ്ങനെയാ? വർഷം പറയും തീരാതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. അപ്പോൾ ദീപ്തി കൈ കഴുകി വരുമ്പോൾ ഇത് കേൾക്കൂട്ടോ, ശ്രീയേട്ടൻ ഇല്ലാണ്ടായി കഴിഞ്ഞാലേ വർഷത്തേക്ക് അത് മനസ്സിലായിക്കോളും. വർഷയ്ക്കും എന്താടി പറഞ്ഞേ? ദീപ്തി അറിയും ആ തോന്നലുണ്ടായല്ലോ, അത് തന്നെ. വർഷം അറിയും അമ്മ കേട്ടില്ലേ? അപ്പൊ പത്മം പറയും മിണ്ടാതിരിക്കി, ഇനി അത് പറഞ്ഞൊരു വഴക്ക് വേണ്ട, അമ്മയുടെ മകൻ മരിച്ചു പോകുന്നതിനെ കുറിച്ചുകൂടിയാ പറഞ്ഞത്. അപ്പോ പത്മം പറയും പറഞ്ഞത് തെറ്റ് തന്നെ, പക്ഷെ അവളോട് ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ലാന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വിക്രമാണെങ്കിൽ മുകളിൽ നല്ല ഉറക്കാട്ടോ. അങ്ങനെ അങ്ങോട്ട് വേദയും വരുന്നുണ്ട്. ഇരിക്കും മോളെ. അപ്പൊ വേദ പറയും വേണ്ട ഞാൻ മുകളിലിരുന്ന് കഴിച്ചോളാം. വർഷം പറയും ഹോ ഇത് വേറെ തരം, ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചാൽ എന്താ, ഞങ്ങൾക്ക് എന്താ അയിത്തം ഉണ്ടോ? അപ്പൊ വേദ പറയും അയിത്തം, ദുരഭിമാന കൊമ്പ്, ജാതി വേർതിരിവ്, ഇതൊക്കെ ആർക്കാണെന്ന് ഞാൻ പറയണം? പത്മം പറയും നീ ഇപ്പൊ എവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിച്ചോ, അതിനെന്താ മോളെ? വേദ പറയും പല വീടുകളിലും ഊണുമേശയിലമ്മേ വലിയ വഴക്കുണ്ടാവുന്നത്, അത് വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ. വർഷം പറയും എങ്കിലും ഇനി 3 നേരം അവിടെ ഇരുന്ന് കഴിച്ചോ? വേദ പറയും ആയിക്കോട്ടെ, ഇനി അങ്ങനെ തന്നെയാ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. വർഷം ചോദിക്കും ഞാനുള്ളത് കൊണ്ടാണോ, എന്നെ കാണുന്നുള്ളത് കൊണ്ടാണോ? വേദ പറയും നിങ്ങളെ മാത്രമല്ലല്ലോ കാണുന്നത്, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ ഓർമ്മ വരും, അപ്പൊ നിങ്ങളുടെ അച്ഛനെയും ഓർമ്മ വരും, അപ്പൊ പിന്നെ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. വർഷയ്ക്കും എന്റെ അച്ഛൻ നിന്നോട് എന്ത് ചെയ്തുന്നാ? വേദ പറയും സൗകര്യം കിട്ടുമ്പോ ചോദിച്ചോളൂ. പത്മം പറയും മതി, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? നിനക്ക് ആവശ്യമുള്ളത് എടുത്തോണ്ട് പോവേദേ. അങ്ങനെ വേദ ആ ഒരു വലിയ പ്ലേറ്റ് എടുത്ത് ഒരുപാട് ചോറ് എടുക്കുമ്പോ വർഷം അതിങ്ങനെ നോക്കും, ഇതെന്താ ഇത്രയും ചോറോ? വേദയ്ക്കും എന്താ ഇനി അതിനും കണക്കുണ്ടോ? ഉവ്വോ അമ്മേ, ഇനിയെങ്കിൽ അതും വേണ്ടെന്ന് വെക്കാം. പത്മം പറയും നീ നിനക്ക് ആവശ്യമുള്ളത് എടുത്ത വേദേ, എന്നിട്ട് ചെല്ലി. അങ്ങനെ വേദ കറിയും പപ്പടവും ഫിഷും എല്ലാം തോവനെടുക്കുമ്പോ
വർഷം അത് അന്തം വിട്ട് നോക്കി നിൽക്കാട്ടോ. അങ്ങനെ വേദ ഫുഡ് കൊണ്ടുപോകുന്നത് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കണേ. പത്മം പറയും അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് വർഷേ, ശരിക്കും ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ചിലർക്ക് വിശപ്പ് കൂടുന്ന വർഷ പറയും അതെ, വയറ്റിൽ കൊക്കപ്പുഴ, അല്ലാണ്ട് അവൾക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെ വേദ മുകളിലെ റൂമിലെത്തി ആ ഫുഡ് അവിടെ കൊണ്ടുവച്ച് വിക്രമിനെ നോക്കുമ്പോൾ വിക്രം നല്ല ഉറക്കാട്ടോ. എങ്കിലും വിക്രത്തെ ചെന്ന് വിളിക്കും. വിക്രം എന്താ ഉറങ്ങിപ്പോയോ? വിക്രം പറയും മരുന്നിന്റെ സെഡേഷൻ ആണെന്ന് തോന്നുന്നു, കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്നു. വേദറി നല്ല കാര്യമായി, ഡോറ് കുറ്റിയിടാണ്ട് കിടന്ന പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ കാണില്ലേ? വിക്രം പറയും പുറത്തുനിന്ന് താൻ ക്ലോസ് ചെയ്ത് കാണുമെന്ന് കരുതി. വേദ പറയും എങ്കിലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യായിരുന്നല്ലോ. സാരമില്ല, എന്തായാലും കൈ കഴുകിയിട്ട് വാ, കഴിക്കാം. അപ്പോൾ വിക്രം ചോദിക്കും ഞാനെങ്ങനെ കഴിക്കാനാ? വേദ പറയും അയ്യോ ഞാനത് ഓർത്തില്ല, സ്പൂൺ ഉണ്ടായിരുന്നെങ്കിൽ ഇടത് കൈ കൊണ്ട് കഴിക്കായിരുന്നല്ലേ. കുഴപ്പമില്ല, വഴിയുണ്ടേ, വായ കഴുകിയിട്ട് വാ. അങ്ങനെ വേദ വിക്രമിനെ പതിയെ എഴുന്നേൽപ്പിക്കണേ. വിക്രം ആ ചുമരിലൊക്കെ പിടിച്ചിട്ട് അവിടെ നിന്ന് പോകട്ടോ. അങ്ങനെ വാഷ്റൂമിൽ പോയി കഴുകി വരുമ്പോഴേക്കും വിക്രമിന് ഇരിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ വേദ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വിക്രമിനെ കട്ടിൽ അവിടെ കൊണ്ട് ചെന്നിരുത്തുക. വിക്രം അത് കണ്ടിട്ട് പറയും ഇത് കുറെ ചോറുണ്ടല്ലോ. വേദ പറയും നമുക്ക് രണ്ടുപേർക്കും കൂടെ. വിക്രം ചോദിക്കും ഒരേ പ്ലേറ്റിലോ? വേദ ചോദിക്കും എന്താ കഴിച്ചു? ആ എനിക്ക് വിരോധമൊന്നുമില്ല. വേദ പറയും എങ്കിൽ വിക്രം കഴിക്കി എന്ന് പറഞ്ഞ് ചോറ് ഉരുട്ടിയിട്ട് അത് വിക്രമിന് കൊടുക്കുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കും. എന്താ ഞാൻ ഉരുട്ടി തന്നാ കഴിക്കില്ലേ? അല്ല അതുകൊണ്ടല്ല, വിക്രമിന് നാണം വന്നിട്ടുണ്ട്. അങ്ങനെ വേദ കൊടുക്കുമ്പോൾ വിക്രം വാ തുറന്നു കൊടുക്കും. അങ്ങനെ വേദ നല്ല സന്തോഷത്തോടു കൂടെ വിക്രമിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. എന്നിട്ട് വിക്രവും വേദയും കൂടെ ഭക്ഷണം കഴിക്കാട്ട് ഒരുമിച്ചിരുന്ന്. അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്